ബേബിയാണ് വരാൻ പോകുന്നത്. ലോട്ട് ഓഫ് സംസാരം. വിളിക്കാം നമുക്ക്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടെസ്സ ബേബി ഓൺ സ്റ്റേജ്. ചേച്ചിയാണല്ലോ. ചേച്ചിയാണ് അമ്മായിയോ? വലിയ പൂവാണല്ലോ. തലയുടെ അത്രയോ വലിയ പൂവല്ലേ? എന്തോ എന്താ വിഷുവിന്റെ അന്നല്ലേ കണ്ടേ? എന്നിട്ട് ഇപ്പോഴല്ലേ കാണുന്നേ? പഴയ പോലെ ബിരിയാണി ഒന്നും തിന്നുന്നില്ലേ? ക്ഷീണിച്ചു പോയല്ലോ. ക്ഷീണിച്ചു പോയല്ലോ. എംജെകൾ ഒരുപാട് വയസ്സില്ലേ? ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമല്ലേ? കണ്ട അത്ര വയസ്സ് തോന്നൂല. ആണോ? പക്ഷെ ഇച്ചിരി ക്ഷീണിച്ചു പോയി. കണ്ട എത്ര വയസ്സ് തോന്നും? 30. 30. എന്ത് വേണം? അതെ, 40. 35. അപ്പൊ അനിയോ? ഇനി ഞാൻ ഇനി ആര് ചേച്ചി? 20. ചെറിയ കുട്ടി. ജനിച്ചിട്ടേ ഇല്ല. 18. ഹായ്ടാ. 2 വയസ്സ് വ്യത്യാസം. ചേച്ചി ആര് ചേച്ചി? ചേച്ചിയുടെ ഇലക്ഷന്റെ പാട്ടൊക്കെ കേട്ട അടിപൊളിയായിരുന്നേ. നല്ല എനർജി ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇച്ചിരി ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലായില്ലേ? അതെങ്ങനെയാ? ഏത് ഇലക്ഷന്റെ പാട്ടാ കേട്ടത്? ഞാൻ തന്നെ എഴുതിയതാ, അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറയുമ്പോ എന്താ മനസ്സിലാവഞ്ഞേ? കുറച്ച് വേർഡ്സ് ഒക്കെ. ആണോ? ചില മലയാളം വേർഡ്സ് ആയിരിക്കും. ശ്രുതിയാ? ശ്രുതി ചേർന്നില്ലെന്നാ? അതൊക്കെ ചേർന്നു. മധുവങ്ങളുടെ ഇലക്ഷന്റെ ഇതൊക്കെ കേട്ടിട്ടേ വീട്ടിലും ആരോ ഇറങ്ങിപ്പോയെന്ന് ഞാൻ കേട്ടല്ലോ. ഇലക്ഷന്റെ എന്ത് കേട്ടിട്ട്? ഇതെന്തൊക്കെയാ നടക്കണം? ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. ഇതിപ്പോ ഇലക്ഷൻ ചൂടിലാണല്ലോ. ഇലക്ഷന്റെ എന്ത് കേട്ടിട്ടാ? എന്താന്നറിയോ? ആ ഓസ്കാർ അത് വിഷു അവിടെ വരെ ഓടിപ്പോയില്ലേ? പാലാരിവട്ടത്തിന്റെ അവിടെ പാലത്തിലൂന്നാ കിട്ടിയേ. പാലാരിവട്ടമല്ല, നമ്മുടെ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അത് അതിന് പടക്കം പട്ടികൾക്ക് പൊതുവെ പേടിയാണല്ലോ. അത് സ്വൈര്യമില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഇന്ന് ടെസ്റ്റ് നടത്താൻ പോണേ? അതെ, ഞാൻ ചെയ്യാൻ വന്നേ. എന്താന്നറിയോ, ഞാന് ഒരു റീല് കണ്ടായിരുന്നേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഞാൻ ഇവിടെ ചേട്ടേ ഒരു സാധനം ഇങ്ങനെ ഷൂട്ട് ചെയ്യേ. അത് നമ്മള് ഓരോ രാജ്യത്തിലും ആക്ട് ചെയ്യുന്നതാണ്. അത് ഇന്നത്തെ ഏതാ ഇന്ത്യ രാജ്യം ചെയ്യണമെന്ന് ഈ 3 പേരും പറയണം. ചേച്ചിയും പറയണേ കേട്ടോ? ഇന്നത്തെ ഏതാ ഇന്ത്യ എന്നേ? ഇത് ഇന്ത്യൻ. ഇതാണ് ഇന്ത്യ. അല്ല, ഇത് കൊറിയനാ. ഡാൻസ് കളിച്ചതല്ലേ? പഞ്ചാബി ഞങ്ങൾ എല്ലാരും ഡിങ്കടിങ്ക. അതല്ലേ? അപ്പൊ പാട്ടിലേക്ക് പോവാം. ഏതാണ് പാട്ട്? കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുക്കുപ്പായക്കാര. ഡീറ്റെയിൽസ് മ്യൂസിക് കെ രാഘവൻ സാർ, ലിറിക്സ്റ്റ് പി ഭാസ്കരൻ മാസ്റ്റർ, ഫിലിം നീലക്കുയിൽ, വർഷം 1954. പിന്നെ പാടിയത്
ജാനമ്മ ഡേവിഡ് മാം. ഓക്കെ യെസ് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. പാടിക്കോ അമ്മായി പാടിക്കോ അമ്മായി പാടിക്കോ. താങ്ക് യു. ഓക്കേ. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. തങ്കനിലാവത്ത് താലി കെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം. ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം. മിന്നും പൊന്നും മാറത്തു കെട്ടിയ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം. ഈ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം. കാണാതെ വന്നെന്റെ കണ്ണൊന്ന് പൊത്തി പൂണാരം തന്നാട്ടെ. കഴുത്തിന് പൂണാരം തന്നാട്ടെ. താമരക്കുളങ്ങര വന്നിട്ട് എനിക്കൊരു സമ്മാനം തന്നാട്ടെ. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. മാനത്തുണ്ടൊരു തട്ടാനിരുന്ന തട്ടണ മുട്ടണ മാണിക്യം. തട്ടണ മുട്ടണ മാണിക്യം. കുന്നിൻ മോളിൽ കൊന്നത്തൈ കാതിലുണ്ടൊരു ലോലാക്ക്. ചെറുകാതിലുണ്ടൊരു ലോലാക്ക്. നിന്നെയും കാത്ത് നിന്നെയും ഓർത്ത് ഞാനിരിക്കുമ്പോൾ പേലിച്ചൊരു മുടി കെട്ടാൻ എനിക്കൊരു പൂമാല തന്നാട്ടെ. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. സൂപ്പർ കാലക്കി വെരി നൈസ്. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം. വെരി നൈസ്. ഇനോട്ടാ എന്തോ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണെങ്കിലേ ആ ഇങ്ങനെ ചോദിക്കണം. എന്നാലേ പറയൂ ഇങ്ങനെ. എന്നാലേ ഒരു പറയാൻ ആട്ടം വേണം. അത് വേണം. പിന്നെ ഇടയ്ക്ക് അതെ ഇങ്ങനെ ചില കാര്യങ്ങള് വന്നാട്ടെ. തന്നാട്ടെ. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ പറഞ്ഞ സ്റ്റെപ്പ് അങ്ങനെ പഠിപ്പിച്ചില്ലേ? ടാസ്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ? ചേച്ചിനെ എന്തിനാ എല്ലാവരും ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്? ഞാൻ വന്നപ്പോ സോൾജിയേഴ്സിലുണ്ടോന്ന് സോൾജേഴ്സിലുണ്ടോ അതിലൊന്നും ഇല്ല. പക്ഷെ എന്നെ എന്തുകൊണ്ടോ അങ്ങനെയാണ് വിളിക്കുന്നത്. ടെസക്കൂട്ട എന്താന്നറിയില്ല എനിക്ക്. പാട്ട് സൂപ്പർ ആയിരുന്നു. താങ്ക് യു. എന്ത് രസമാണ് ടെസ ബേബിയുടെ ശബ്ദത്തിൽ കേൾക്കാൻ. 72 വർഷമായിട്ടുള്ള ഒരു പാട്ട് 72 വയസ്സുള്ള ഒരു കുട്ടിയാ പാടിയ. ആ രണ്ടങ്ങ് വെട്ടിക്കളയാ. ഇപ്പൊ 7 വയസ്സായിരിക്കും അല്ലേ? അപ്പൊ അമ്മയൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. ടെസ ബേബിക്ക് എത്ര വയസ്സായി? 7. 7 വയസ്സ്. അപ്പൊ 7 അതിലുണ്ട്. രണ്ടങ്ങ് മാറ്റാം. ആ 2 കളഞ്ഞാ മതി. ഈ കോസ്റ്റ്യൂം എനിക്ക് ആങ്കിള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് ഇതേപോലത്തെ ചേർച്ചയാണ്. തന്നെ എന്റെ ആനുവൽ ഡേക്ക് ഇട്ടേ. ആണോ? ആ ആനുവൽ ഡേക്ക് എന്താ ചെയ്തേ?
ഈ കോസ്റ്റ്യൂം തന്നെ ആയിരുന്നു. റിട്രോ ആയിരുന്നു. റെട്രോ ആയിരുന്നോ? Retro ആയിരുന്നു costume. അന്ന് എന്താ പാടിയത്? പാടിയതല്ല, ഡാൻസ് ആയിരുന്നു. Okay, dance ശരി ആയിരുന്നു. ശരി ശരി ശരി. എന്തായാലും കൊള്ളാം, നല്ല ഇതില് എന്നിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ടെസ ബേബി ഏതൊക്കെ ലാംഗ്വേജിലുള്ള പാട്ടറിയാം? മലയാളം, മലയാളം, തമിഴ്, മലയാളം, തെലുഗു, തമിഴ്, തമിഴ് ഇല്ലേന്നില്ല. ആ തമിഴ് അറിയാം. തെലുഗു, ഹിന്ദി കാഗജക്കേതോ പങ്കിലേക്ക്. ഉड़ा चला जाए रे. പിന്നെ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന്റെ ഏതാ അറിയാവുന്നേ? ഹാപ്പി ബർത്ത്ഡേ ടു യു അറിയില്ലേ? അല്ല, ഇംഗ്ലീഷ് അത് പറയാം. ഒരു ബംഗാളി പാട്ട് പഠിപ്പിച്ചു തരണ്ടേ? പുതിയ ലാംഗ്വേജ് പെട്ടെന്ന് പഠിക്കാം, ഒരു സെക്കൻഡ് മതി. ഓക്കെ. ബോലോ 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 ശോഭേ. ബോലോ 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 ശോഭേ. ശോഭയെന്നല്ല. ശോഭേ അല്ല, ശോഭി അതല്ല. ബോലോ 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 ശോഭേ. ശോഭേ. ശോഭേ, ശോഭേ. ബോലോ ശോഭേ. ഇപ്പൊ ഷോഫേന്ന്. ശോഭേ. ഷോത്തോ ബീന ബേനു റോബേ. Soto na mapi na nobe. No, no. പഠിപ്പിച്ചതാ. ഭാരോ തബാർ Balo tabal. ജാഗോ তো শোবার. Jakoto shobal. শোতো বিনা বেনু রোবে. শোতো বিনা বেনু রোবে. Soto pinat. വേണു, ബീനെ വേണു. Vinu rupe. വീണ ശോഭ. അങ്കിൾ ഈ പാട്ട് പഠിപ്പിച്ചു തന്നില്ലേ? എന്താ അങ്കിളിന്റെ എന്താ ചിലതെന്താ? എന്നാ ഞാന് ഒരു ഡാൻസ് കാണിച്ചു തരാം. അതെങ്ങനെയാ? ഏത് പാട്ടിന്റെ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മധു അങ്കിളിനെ മാത്രം വീട്ടിൽ വിളിക്കും, എന്നിട്ട് ട്രീറ്റ് കൊടുക്കും. അങ്കിളിനെ വിളിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ. പാട്ട് പഠിപ്പിച്ചു തന്നിട്ട് ടെസക്കുട്ടി ഇപ്പൊ പറയുന്നില്ല അങ്കിളിനെ വിളിക്കാന്ന് പറയുന്നില്ല. അങ്കിൾ സങ്കടമുണ്ട്. ഞാൻ നേരത്തെ ഒരു റെസ്റ്റ് വന്നപ്പോ ഞാൻ അങ്കിളിനോട് പറഞ്ഞ നീ ഏത് റെസ്റ്റ്? എപ്പോ? എം ജി അങ്കിൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വാ വാ എന്നിട്ട് ഞാൻ പറഞ്ഞു. എന്നിട്ട് എം ജി അങ്കിള് വന്നില്ല. എന്നെ ഏത് സമയത്ത് വരണമെന്ന് എന്റെ അടുത്ത് പറയാതെ ഞാൻ അങ്ങനെ വരും. ഏതോ റെസ്റ്റിൽ പറഞ്ഞു. റെസ്റ്റ് ആവുമ്പോ വന്നാ മതി. ഞാൻ റെസ്റ്റ് ആവുമ്പോ വരണം. ബ്രേക്ക് ഉള്ളപ്പോ വന്നാ മതി. ബ്രേക്കുള്ളപ്പോ വന്നാ മതി. ഷൂട്ടില്ലാത്ത സമയത്ത്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അവള് ഫ്രീ ആയിട്ടുള്ളപ്പോ ഈ റെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീ ആവുമ്പോ ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോ. റെസ്റ്റ് ആവുമ്പോ വന്നാ മതി. ടെസക്കുട്ടി ഞാൻ വരുമ്പോ നിങ്ങൾ ആരും വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യും. ഞാൻ എന്തായാലും വീട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയായിരിക്കും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക? മീൻ കറി ഒത്തിരി ഉണ്ടാക്കും. പൊറോട്ട, ബിരിയാണി, ചിക്കൻ കറി. എന്തൊക്കെ? പൊറോട്ട, ചിക്കൻ കറി. അപ്പൊ അമ്മ ചാറ്റ് ജിപിടി നോക്കുമല്ലേ? വെജിറ്റേറിയൻ ഓർ നോൺ വെജിറ്റേറിയൻ വേണമെങ്കിൽ നോക്കാം. വേണമെങ്കിൽ നോക്കാം. എന്താ പറയണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഇതൊക്കെ ഇതെങ്ങനെ ഇത് കാണാണ്ട് പഠിക്കുന്ന ഇത്രയും വരി? അത്ര ഇഷ്ടപ്പെട്ടോണ്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഉറക്കത്തില് ചുമ്മാ ഇങ്ങനെ എന്റെ മനസ്സിൽ പ്ലേ ചെയ്തോണ്ടിരിക്കുക. ഉറക്കത്തിലാണോ പാട്ട് പഠിക്കുന്നേ? മിടുക്കി കിട്ടോ എന്തായാലും. ഉറക്കത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ പഠിച്ച് സെറ്റായി. മധുവെങ്കിലും അങ്ങനെയാണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്ക്, മധുവെങ്കിലും ഉറക്കത്തിലാണ്? കൊറേ ഉറക്കത്തിലാ ഞാൻ പഠിക്കണേ. ഉറക്കത്തിലാ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം ടെസ ബേബി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിടുക്കി. ടെസ ബേബി എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ആ ഡാൻസും ആ പാട്ടും ക്യൂട്ട്നെസ് ഓവർലോഡഡ്. നമ്മുടെ ടെസക്കുട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വെരി ഗുഡ്. അപ്പൊ പോരട്ടെങ്ങനെ ഒരു മധുര മഴ. രസക്കുട്ടി റെഡിയല്ലേ? എല്ലാം കിട്ടിയില്ലേ? ബൈ ബൈ. കഴിഞ്ഞു. ബൈ ബൈ. സീ യു. ഗുഡ് നൈറ്റ്.